വിപ്ലവ നായകന്മാരുടെ മണ്ണായ കല്യാശ്ശേരിയിൽ ഇക്കുറി അട്ടിമറി വിജയമെന്ന വാഗ്ദാനവുമായാണ് UDF സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരി തിരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങുന്നത്. ചുവപ്പുകോട്ടയിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്തുകൊണ്ട് അട്ടിമറി വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. പ്രചരണഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിറഞ്ഞു കവിയുന്ന സ്വീകരണ കേന്ദ്രങ്ങളാണ് UDF ക്യാമ്പുകളിൽ ആത്മവിശ്വാസം ഉയർത്തുന്നത്. വികസനമെന്നത് കടലാസുകളിൽ മാത്രം കാണാൻ കഴിയുന്നത് ജനങ്ങളെ പാർട്ടി ഹൈജാക്ക് ചെയ്യുന്ന പാർട്ടിയായി CPM മാറി. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇക്കുറി വോട്ടുകൾ UDFന് ലഭിക്കുമെന്നത് തന്ന ആത്മവിശ്വാസത്തിലാണ് UDFന്റെ വിലയിരുത്തൽ. MLA എന്ന നിലയിൽ പാർട്ടി ചട്ടക്കൂടിൽ മാത്രം നിറഞ്ഞുനിന്ന പ്രവർത്തനം, ആരോപണങ്ങളെല്ലാം പത്രസമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് UDF കേന്ദ്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മാടായി, പുതിയങ്ങാടി, മാട്ടൂൽ, പട്ടുവം, കല്യാശ്ശേരി, ചെറുകുന്ന്, ചെറുതാഴം തുടങ്ങി കുഞ്ഞിമംഗലം LDF കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കി അട്ടിമറി വിജയം നേടി കല്യാശ്ശേരിയിൽ പുതിയ ചരിത്രം കുറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പും സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരിയും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമാകും എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, കല്യാശ്ശേരിയിൽ കഴിഞ്ഞ കുറെ കാലമായി CPM എന്ന പാർട്ടി ജനങ്ങളുടെ മുകളിൽ അധീശത്വം നടപ്പാക്കി അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഭയത്തിന്റെ നിഴലിലാക്കി അധികാരത്തിലേറുകയും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നൊരവസ്ഥയാണ്. മാത്രമല്ല, കല്യാശ്ശേരിയിലെ പല പഞ്ചായത്തുകളിലും CPM കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് നമ്മോട് മറ്റ് പാർട്ടിക്കാരോട് സംസാരിക്കാൻ പോലും ഭയമാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ CPMന്റെ കേന്ദ്രങ്ങളിലൂടെ ഈ വാഹന പ്രചരണ ജാഥയുമായി പോകുമ്പോൾ അവിടെയുള്ള പ്രവർത്തകർ ധൈര്യപൂർവ്വം അവർ സംസാരിക്കാനും നമ്മളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ തയ്യാറായി എന്നത് അത്ഭുതകരമായ മാറ്റമായിട്ടാണ് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കാണുന്നത്. CPMന്റെ കോട്ടകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അവരെ മുമ്പിൽ തലകുനിക്കാതെ പോരാടിയ ഇന്നലെയുടെ ഓർമ്മകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്യാശ്ശേരി ആയാലും കണ്ണപുരത്തായാലും CPMന്റെ കോട്ടകളിലൊക്കെ തന്നെ വിള്ളൽ വീണിരിക്കുന്നു. ആ പഴയകാല ഗുണ്ട ആക്രമ രാഷ്ട്രീയമൊന്നും ഇനി പുതിയ കാലത്ത് നടപ്പാവില്ല എന്ന് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ പാർട്ടി കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ പാർട്ടി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇവിടെ തകർന്നു വീണോ, ഇല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം പോലും പശ്ചിമ ബംഗാളിലെ പോലെ ഉപ്പുവെച്ച കരം പോലെയാകും എന്ന രീതിയിലേക്ക് അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിവിടെ ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥകൾക്ക് അനുകൂലമായ ഈ കലുവനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത്, ഇവിടെ ഈ കല്യാശ്ശേരിയിൽ കോടികളുടെ വികസനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാരന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ, തൊഴിലാളികളുടെ, യുവജനങ്ങളുടെ, സ്ത്രീകളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഒക്കെ എന്ത് പുരോഗതിയാണ് 1500 കോടിയൊക്കെ ചെലവാക്കിയെന്ന് പറയുമ്പോൾ എന്ത് പുരോഗതിയാണ് നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇവിടെ വൻകിട പാലങ്ങളും വൻകിട റോഡുകളൊക്കെ നിർമ്മിക്കാനും പലതും ചെയ്യുമ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരു അഴിമതിയുടെ കഥകളുണ്ട്, എല്ലാത്തിനും പിന്നിൽ ഊരാളുകളുണ്ട്, അല്ലെങ്കിൽ CPMന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് അധികൃതമായ കാലം മുതൽ LDFനെ മാത്രം വിജയിപ്പിച്ച മണ്ഡലം. കോട്ടകളിൽ വിള്ളൽ ഉണ്ടാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുകൾ. എന്നാൽ LDFന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കി ഇക്കുറി UDF ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് രാജീവൻ കപ്പച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിലുണ്ടായ വലിയ മുന്നേറ്റമാണ്. ചുവപ്പുകോട്ടയിൽ വിള്ളലുണ്ടാക്കി കല്യാശ്ശേരിയുടെ മണ്ണിൽ പുതിയ ചരിത്രം രചിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജീവൻ കപ്പച്ചേരിയും UDF കേന്ദ്രങ്ങളും. വർത്തമാന ന്യൂസ്.